ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് അയാൾ അങ്ങ് ക്ഷോഭിക്കും, പെട്ടെന്ന് അയാൾ പിണങ്ങും. എന്താണ് അങ്ങനെ? അത് നമ്മൾ പറയും കോംപ്ലക്സ് ആണെന്ന്. അല്ല, അയാളുടെ മനസ്സിന്റെ മുറിവാണത്. അയാൾ അതുകൊണ്ടാ പെട്ടെന്ന് പിണങ്ങുന്നത്, അയാൾ അതുകൊണ്ടാ പെട്ടെന്ന് കരഞ്ഞത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് വാതിലടച്ച് അകത്ത് കയറിയിരിക്കും. ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് വേണ്ട എന്ന് പറയും. വൈകുന്നേരം നീ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്താ നീ ഇങ്ങനെ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും പറയത്തില്ല, എനിക്കൊന്നുമില്ല, ദേഷ്യപ്പെടും. അത് മനസ്സിൽ എവിടെയോ മാറാത്തൊരു കൂനുള്ളത് കൊണ്ടാണ്. എവിടെയോ ആ വ്യക്തി വല്ലാതെ വേദനിക്കുന്നു എന്നർത്ഥം. നമ്മൾ ആ വ്യക്തിയെ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചിലർ പറയില്ലേ, തൊട്ട അന്നേരം അങ്ങ് കരഞ്ഞോളും. അയാളുടെ കുഴപ്പമല്ല, അയാൾ ജനിച്ച് ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ അയാളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, അയാളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ധ്യാനം നടത്തുകയാണ്. അപ്പോൾ ഒരു ദിവസം അയാൾ ധ്യാനത്തിന് രജിസ്റ്റർ ചെയ്ത് ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനത്തിന് വന്നിരിക്കുന്നു. ആ നാട്ടുകാരല്ല, വാഹനം ഓടിച്ചൊക്കെ വന്നവരാണ്, ആ ജില്ലയുടെ പുറത്തുനിന്ന് വന്നവരാണ്. ആ വ്യക്തി ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ധ്യാനം രജിസ്റ്റർ ചെയ്തിട്ട് നേരെ അപ്പുറത്തെ ടൗണിലേക്ക് പോയി, ബീവറേജിലേക്ക് പോയി. അയാൾ കള്ളു കുടിച്ചു. എന്നിട്ട് അയാൾ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. എന്നിട്ട് ആ പ്രാർത്ഥനാലയത്തിന് മുന്നിൽ നിന്ന് അയാൾ എല്ലാവരോടുമായി ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയെ കണ്ടോ, എൻ്റെ ഭാര്യയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന്. അപ്പോൾ എങ്ങനെ അറിയാം, എവിടെ നിന്നോ വന്ന 100 പേരാണ്, എങ്ങനെ അറിയാം ഇയാളുടെ ഭാര്യ ആരാണെന്ന്? അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ ഞാനും ശ്രദ്ധിച്ചു, ദൈവമേ ഇത് എന്തൊരു കഷ്ടമാണ്, ഇയാൾ എന്താണ് വിളിച്ചു പറയുന്നത്? അപ്പോൾ ഞാൻ ഒരാളെ കണ്ടു. വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു. വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ വേറൊരു സ്ത്രീ ഇയാൾ കാണാതെ ഒളിച്ചിരിക്കുന്നു. എനിക്ക് ഒരു സംശയമില്ലാതെ മനസ്സിലായി, ഇദ്ദേഹമാണ് അയാളുടെ ഭാര്യയെന്ന്. അന്ന് എന്തുമാത്രം ആ വ്യക്തി കൂനിപ്പോയി കാണും, എന്തുമാത്രം ആ വ്യക്തി വിഷമിച്ചിട്ടുണ്ടാകും. ആ വ്യക്തി എല്ലാവരുടെയും മുമ്പിൽ ആ പെണ്ണ് ഒരുപാട് സങ്കടപ്പെട്ട് കാണില്ലേ, ഒരുപാട് വേദനിച്ച് കാണില്ലേ? നമ്മൾ ഈ പറഞ്ഞ വാക്യം, കൂനിപ്പോയ അവസ്ഥ, കൂനിപ്പോയ അവസ്ഥ. ചില ആളുകൾക്കത് ഭർത്താവിനെ കൊണ്ടാണ്, ചിലർക്കത് ഭാര്യയെ കൊണ്ടാണ്, ചിലർക്കത് മക്കളെ കൊണ്ടാണ്, ചിലർക്കത് ജീവിതം കൊണ്ടാണ്. കൂനിപ്പോയ അവസ്ഥ അത് മാറും കേട്ടോ. ദൈവവചനം പറയുന്നു, ഏതവസ്ഥകളിലും മാറ്റം വരും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.